ഹേ ഗായ്സ്, അപ്പോൾ ഞാനിപ്പോൾ സുമതി വളവിലാണ്. സുമതി വളവിൽ സുന്ദരേ ഇവർ പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി നിൽക്കണമെന്ന്. സുമതി വളവിൽ നിന്നിട്ട് ഒരു വെല്ലുവിളിയാണ്. അങ്ങനെ ഞാൻ സുമതി വളവിൽ ഇറങ്ങി നിൽക്കുക. എൻ്റെ ധൈര്യം ഒരു പരീക്ഷിക്കാൻ പോവുകയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ എന്താണ് സുമതി വളവിൽ ഇറങ്ങിയാണ്. നിങ്ങൾ പോയിട്ടൊക്കെ വന്നു. നീ പോയിട്ട് വാ. ഓക്കെ ഒരു 10 മിനിറ്റ് നമ്മൾ തിരിച്ചു വരും. ഇവിടെ ഒറ്റയ്ക്ക് നിന്നോണം കേട്ടോ. ഓക്കെ, ഇവിടെ കാണണം. ഇല്ല ഞാൻ പറയാൻ നടക്കും, പറയാൻ പറ്റത്തില്ല, അതൊന്നും പറ്റത്തില്ല. ഗൈസ്, അവരെന്നെ സുമതി വളവിലാക്കിയിട്ട് പോയിട്ടുണ്ട്. ഇനി എന്താണെന്ന് അറിയത്തില്ല. വണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നല്ല പാല പൂക്കുന്ന മണമൊക്കെ ഉണ്ട് കേട്ടാ. രണ്ട് സൈഡും കാടാണ്. അതുമാത്രമല്ല, ഇവിടെ സർവൈലൻസ് ക്യാമറയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അറിയാൻ പറ്റും. അവിടെ ഒരു വെട്ടം കാണുന്ന കേട്ടോ, അത് വേറെ ഒന്നുമല്ല, സർവൈലൻസ് ക്യാമറയാണ്. അതായത് ഇവിടെ ആൾക്കാർ ഇരുട്ടക്കായണ്ട് വേസ്റ്റ് കൊണ്ടിട്ടിട്ട് പോകും. അപ്പം അവരെ പിടിക്കാൻ വേണ്ടിയാണ് ഈ ക്യാമറ വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, പിന്നെ ഇവിടെ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ നടന്നാലേ, ഇങ്ങനെ അധികം ആളും പേരൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണല്ലോ. എൻ്റെ കോലം ഇതാണ്, എൻ്റെ വേഷം ഇതാണ്. എന്നെ കൊണ്ടാക്കിയവന്മാർ തിരിച്ചിങ്ങോട്ട് പോയിട്ടുണ്ട്. അവന്മാരായിരിക്കും ഞാൻ കണ്ടില്ലെന്നാണ് കേട്ടോ. അന്നൊരു വിഷയമേ അല്ല, നമ്മൾ ആ വെല്ലുവിളി നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു, അത്രേ ഉള്ളൂ. സുമതി വളരെ കൂടി നടക്കണം, അത്രേ ഉള്ളൂ. KJ ഫിറോസ് പറഞ്ഞു എനിക്ക് ധൈര്യമില്ലെന്ന്. അപ്പം ആ ധൈര്യം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് സുമതി വളവിൽ കൂടെ നടക്കാനായിട്ട് പറഞ്ഞു ഈ സമയത്ത്. എന്താ 8 മണിയായി പോയി, 2 മണിയാവണോ? എന്താ പിന്നെ ലോകോറാ. അപ്പൊ പിന്നെ 8 മണിയല്ല, ആണ് നല്ല കുറ്റാക്കൂരിട്ടാണ്, ഒരു കുഴപ്പമില്ലായിരുന്നു. വെല്ലുവിളി പേടി. ഓക്കെ വെല്ലുവിളി എല്ലാം സെറ്റായില്ലേ വിശാഖെ? വെല്ലുവിളി ആയിരുന്നു. 8 മണി അടേ, എന്ത് രാത്രി 8 മണി സൂര്യ ഒന്ന് ഊഹിച്ചിരിക്കണ. പോടേ. അപ്പൊ എന്റെ വെല്ലുവിളി പൂർത്തീകരിച്ചിരിക്കുകയാണ്. സുമതി വളവിൽ കൂടി രാത്രി സമയം 8:30 നടന്നിരിക്കുകയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ.